എല്ലാവർക്കും പ്രൊഡക്റ്റീവയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫാഷിസത്തെ പറ്റിയാണ്. നിങ്ങൾ ഒരു രാഷ്ട്രീയ ചർച്ചയിലേക്ക് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ കേൾക്കുന്നൊരു വാക്കായിരിക്കും ഫാഷിസം. പിണറായി വിജയൻ ഫാഷിസ്റ്റാണ്, ഫെമിനിസം ഫാഷിസമാണ്, ഇസ്ലാം ഫാഷിസമാണ്, മോദി ഫാഷിസ്റ്റാണ്, ട്രംപ് ഫാഷിസ്റ്റാണ്. ഇപ്പോൾ ഇപ്പോൾ എൻ്റെ അച്ഛൻ എന്നെ തല്ലിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ ഫാഷിസ്റ്റാണ്. അങ്ങനെ എനിക്ക് ഇഷ്ടമില്ലാത്ത എല്ലാം ഫാഷിസമാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ചർച്ചകൾ നടത്താറ്. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയായ ഫാഷിസം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു. അതിനെ നേരിടാനൊക്കെ നമ്മൾ അപ്രാപ്തരായി പോകും. സോ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഫാഷിസത്തെക്കുറിച്ച് സംസാരിക്കാം എന്ന് കരുതുന്നത്. ഈ ഫാഷിസത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഫാഷിസം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിലും കുറച്ചും കൂടി എളുപ്പം ഫാഷിസത്തെ പറ്റിയുള്ള മിത്തുകളും ഫാഷിസം എന്തല്ല എന്ന് സംസാരിക്കുന്നതായിരിക്കും. ഫാഷിസം എന്തല്ല എന്ന് സംസാരിക്കുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചും കൂടെ ഫാഷിസത്തിൻ്റെ ഒരു ക്ലിയർ പിക്ചർ കിട്ടുക എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഫാഷിസം. പൊതുവിൽ നമ്മുടെ മനസ്സിൽ ഫാഷിസം എന്ന് വരുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഫാഷിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അൺപോപ്പുലറായിട്ടും ആളുകൾ വെറുക്കുകയും ആളുകൾ ദേഷ്യത്തോടെ കാണുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം എന്ന രീതിയിലാണ്. പക്ഷേ യൂറോപ്യൻ ഫാഷിസം നമ്മൾ എടുക്കുമ്പോൾ അത് വളരെ പോപ്പുലറായിരുന്നു. ജർമ്മനിയിലൊക്കെ ഫാഷിസ്റ്റ് റെജീം നടക്കുമ്പോൾ തന്നെ ഒരു താങ്ക്സ് ഗിവിങ് ഡേയിൽ വരുന്ന ചിത്രമുണ്ട്. 7 ലക്ഷത്തോളം ആളുകളൊക്കെ വന്നത് ആ റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഫാഷിസം ഒരിക്കലും ഒരു അൺപോപ്പുലറോ അല്ലെങ്കിൽ ആളുകൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു മൂവ്മെൻ്റ് അല്ലായിരുന്നു ചരിത്രത്തിൽ. വളരെ പോപ്പുലറായിരുന്നു. ഈവൻ നമ്മൾ ഇലക്ഷൻ നോക്കുമ്പോൾ ഫാഷിസ്റ്റ് പാർട്ടികൾ, ഇപ്പോൾ ഹിറ്റ്ലറിൻ്റെ ഫാഷിസ്റ്റ് പാർട്ടിക്കൊക്കെ 33% വോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. യെസ്, അവർക്കൊരു വലിയ ഭൂരിപക്ഷം ഇല്ലെങ്കിലും അത് സ്റ്റിൽ ഒരു 1/3 ഓഫ് ദി പോപ്പുലേഷനെ പിടിച്ചു കുലുക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അത്രയ്ക്കുള്ള വോട്ട് അവർക്ക് കിട്ടുന്നുണ്ട് എന്നതിൻ്റെ അർത്ഥം അതൊരു റെലവൻറ്റ് ആൻഡ് പോപ്പുലർ മൂവ്മെൻറ്റ് തന്നെയായിരുന്നു. അതായത് ആളുകൾ വെറുക്കുന്ന മൂവ്മെൻ്റ് ഒന്നുമില്ല. എന്തോ ഒരു ആർക്കും ഇഷ്ടമില്ലാത്ത കുറച്ച് പേര് എങ്ങനെയോ അധികാരത്തിൽ വന്ന് അവരുടെ അജണ്ടകൾ നടപ്പിലാക്കി എന്ന് നമ്മൾ കരുതുക. ഫാഷിസം എപ്പോഴും ഭയങ്കര പോപ്പുലറായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് തന്നെയായിരുന്നു. വേറെ ഒരു ഫാഷിസത്തെ പറ്റിയുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ഫാഷിസത്തിൻ്റെ അടിസ്ഥാന ടെനൻറ്റ് അല്ലെങ്കിൽ വളരെ സെൻട്രലായിട്ട് നിൽക്കുന്ന ഒരു സംഭവം ജൂതവിരോധമാണ് എന്നാണ്. ജൂതവിരോധം അവർ കാണിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹിറ്റ്ലറിൻ്റെ ഫാഷിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ജൂതവിരോധം കാണിച്ചിട്ടുണ്ടെങ്കിലും ജൂതവിരോധമല്ല ഇതിൻ്റെ സെൻട്രൽ ടെനൻറ്റ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ജൂതവിരോധം പൊതുവിൽ യൂറോപ്പിൽ നിൽക്കുന്ന ഒരു പ്രതിഭാസമായിരുന്നെങ്കിലും മതപരമായിട്ട് യേശുവിനെ ചതിച്ച് കൊന്ന ഒരു വിഭാഗം മനുഷ്യർ എന്ന ദേഷ്യം ഒന്നുമല്ലായിരുന്നു ഫാഷിസ്റ്റുകൾക്ക് ജൂതന്മാരോടുണ്ടായിരുന്നത്. ഫാഷിസ്റ്റുകൾക്ക് കൊളോണിയൽ ആസ്പിറേഷൻസ് ഉണ്ടായിരുന്നു, ഇമ്പീരിയൽ ആസ്പിറേഷൻസ് ഉണ്ടായിരുന്നു, യുദ്ധത്തിൻ്റെ കുറേ ആസ്പിറേഷൻസ് ഉണ്ടായിരുന്നു. ഇതിനൊക്കെ എതിർപക്ഷത്ത് നിൽക്കുന്ന പ്രസ്ഥാനങ്ങൾ, ലിബറൽ പ്രസ്ഥാനങ്ങൾ, ഇൻ്റലക്ച്വൽസ്, ഇടത് പ്രസ്ഥാനങ്ങൾ, ഇതിനെല്ലാം മുൻപന്തിയിൽ ജൂത സമൂഹം ഉണ്ടായിരുന്നു. ജൂത സമൂഹം പെർസിക്യൂട്ടഡ് ആയിരുന്നെങ്കിൽ കൂടി ഇത്തരം മൂവ്മെൻറ്റിൽ അവിടുത്തെ ഇടതുപക്ഷം, ലിബറലിസം, എൻലൈറ്റ്മെൻറ്റ് മൂവ്മെൻറ്റ്, ഇങ്ങനെയുള്ള എല്ലാ പ്രസ്ഥാനങ്ങളിലും ജൂത സമൂഹത്തിൻ്റെ ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ പൊളിറ്റിക്കൽ ആസ്പിറേഷൻസിന് എതിർ നിൽക്കുന്ന പക്ഷത്തെല്ലാം തന്നെ ജൂത സമൂഹം വളരെ ഒരു പ്രബലമായിട്ടുള്ളൊരു പങ്കാളിത്തം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ജൂതന്മാരോടുള്ള ഒരു പെർസിക്യൂഷൻ കൂടുതലും നമുക്ക് ഫാഷിസ്റ്റ് പ്രസ്ഥാനങ്ങൾ കാണുന്നത്. അപ്പോൾ ജർമ്മനിയിലുണ്ടായിരുന്ന ഫാഷിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ജൂതവിരോധം എന്നത് ഒരു മതവെറി എന്നതിലുപരി രാഷ്ട്രീയപരമായിട്ട് അവരുടെ ആസ്പിറേഷൻസിന് അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾക്കെതിരെ നിൽക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് ഈ ജൂത സമൂഹം വളരെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നതായിരുന്നു. ഈ ആദ്യകാലങ്ങളിലൊന്നും ഈ വലിയ കണക്കിനുള്ള ഒരു മാസ് ഭീകരമായിട്ടുള്ള ജൂതന്മാരുടെ പെർസിക്യൂഷൻസ് അവർക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. ആ വളരെ ഭീകരമായിട്ട് നമ്മൾ കഴിക്കുന്ന ജൂത പെർസിക്യൂഷൻസൊക്കെ നടക്കുന്നത് വളരെ എൻഡിലാണ്, വളരെ ലേറ്ററാണ്. വേൾഡ് വാർ 2 തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ വേൾഡ് വാർ 2ൻ്റെ ആ സമയത്താണ് നമുക്ക് ആ ഒരു ഭീകരമായിട്ടുള്ള പെർസിക്യൂഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൻ്റെ വേറൊരുദാഹരണമാണ് ഇറ്റലിയിലെ മുസോളിനിയുടെ ഫാഷിസ്റ്റ് മൂവ്മെൻറ്റ്. അവിടെയൊന്നും ജൂതവിരോധമൊന്നും അല്ലായിരുന്നു സെൻട്രൽ സംഭവം. വെറുതെ ജൂത മതം അല്ലെങ്കിൽ ജൂത വംശത്തോടുള്ള ഒരു വെറുപ്പ് എന്നതിലുപരി ഇവരുടെ പൊളിറ്റിക്കൽ ആസ്പിറേഷൻസിനെ തടങ്കൽ വയ്ക്കുന്ന അല്ലെങ്കിൽ എതിർക്കുന്ന പ്രസ്ഥാനങ്ങളിലുള്ള ജൂതന്മാരുടെ കോൺട്രിബ്യൂഷൻസ് ആയിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഫാഷിസത്തെ പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ടെങ്കിലും അതിൽ എനിക്ക് ഏറ്റവും തമാശപരമായിട്ട് തോന്നുന്ന ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഫാഷിസം എന്നത് സോഷ്യലിസമാണ്, അല്ലെങ്കിൽ സോഷ്യലിസമാണ് ഫാഷിസം, ഫാഷിസമാണ് സോഷ്യലിസം എന്ന രീതിയിലുള്ള പല ആഖ്യാനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേൾഡ് വാർ 1ൻ്റെ ഒരു സമയത്തേക്ക് പോകണം. അവിടെ മുസോളിനി തൻ്റെ ഫാഷിസത്തെ പറ്റി ചിന്തിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്.
മുസോളിനിയാണല്ലോ ഫാഷിസം തിയറൈസ് ചെയ്യുന്നത്. വേൾഡ് വാർ 1 സമയത്ത് ഇറ്റലി ഭരിച്ചിരുന്നത് ഇറ്റാലിയൻ സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. ആ സമയത്ത് മുസോളിനി ഈ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ മെമ്പറായിരുന്നു. മുസോളിനിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഇറ്റലി ഈ വേൾഡ് വാർ 1 പങ്കെടുക്കണം എന്നായിരുന്നു. എന്നാൽ അവിടുത്തെ സോഷ്യലിസ്റ്റ് പാർട്ടികൾ അതിനെ എതിർക്കുകയാണ് ചെയ്തിരുന്നത്. നമുക്ക് കൊളനൈസ് ചെയ്യാനും യുദ്ധത്തിൽ പങ്കെടുക്കാനും വലിയൊരു നാഗരികതയാകാനുമുള്ള ഒരു അവസരം നമ്മൾ കളഞ്ഞു കുളിക്കുകയാണ് എന്നായിരുന്നു മുസോളിനിയുടെ ഒരു വ്യൂ പോയിൻ്റ്. ഈ തർക്കത്തെ തുടർന്ന് മുസോളിനി സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. അന്നു മുതൽ അദ്ദേഹം എതിർക്കുന്നുണ്ട് ഈ ലിബറലിസം, മാർക്സിസം, സോഷ്യലിസം, ഹ്യൂമനിസം അങ്ങനെയുള്ള എല്ലാ ചിന്തകളെയും ഇദ്ദേഹം എതിർക്കുന്നുണ്ട്. ഇറ്റലിക്ക് വലിയ ഒരു ശക്തമായ ഒരു രാജ്യമാകുന്നതിൽ നിന്ന് പിന്നോട്ടടിക്കുന്നത് ഇത്തരം തത്വചിന്തകളാണ് എന്ന് അദ്ദേഹം ഘോരം വാദിച്ചിരുന്നു. ഗ്രാംഷിയുടെ തന്നെ ഒരു അനാലിസിസ് ഉണ്ട് ഫാഷിസത്തെ പറ്റി. ഗ്രാംഷി ഫാഷിസത്തെ അനലൈസ് ചെയ്യുന്നത് ഒരു രാജ്യത്ത് സോഷ്യലിസ്റ്റ് ചിന്തകൾ ശക്തമാകുമ്പോൾ, അവിടുത്തെ വർക്കിംഗ് ക്ലാസ് മൂവ്മെൻറ്റ് ശക്തമാകുമ്പോൾ, അവിടുത്തെ അടിച്ചമർത്തപ്പെട്ട ജനതകൾക്ക് കൂടുതൽ അവകാശങ്ങളും സംഭവങ്ങളും കിട്ടുമ്പോൾ, അവിടുത്തെ ലിബറൽ ചിന്തയുള്ള മനുഷ്യർക്ക് ആ രാജ്യത്തെ എക്കണോമിക് ക്രൈസിസ്, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഡീൽ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ, അല്ലെങ്കിൽ യുദ്ധം പോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ ഡീൽ ചെയ്യാൻ പറ്റാതിരിക്കുന്ന ലിബറൽ ഡെമോക്രസികളുടെ ഇനബിലിറ്റി, ഈ 2 കാരണമാണ്, അല്ലെങ്കിൽ ഈ 2 പ്രതിഭാസത്തോടും ഉള്ള ഒരു പ്രതികരണമായിട്ടാണ് ഫാഷിസം വരിക എന്നതാണ്. അത് സത്യം തന്നെയാണ്. കാരണം അന്ന് ഇറ്റലിയിലുണ്ടായിരുന്ന വർക്കിംഗ് ക്ലാസ് മൂവ്മെൻറ്റുകൾ, ട്രേഡ് യൂണിയനുകൾ, പ്രിൻറ്റിംഗ് പ്രസ്, ഇതെല്ലാം തച്ചെടുക്കുന്നുണ്ട് ഈ ഇറ്റാലിയൻ ഫാഷിസ്റ്റ് മൂവ്മെൻറ്റ്. നമുക്കിനി ജർമ്മനിലേക്ക് പോകാം. ജർമ്മനിയിലെ സ്ഥിതികളും വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. 1920കളുടെ അവസാനമായപ്പോൾ തെരുവുകളിലൊക്കെ കമ്മ്യൂണിസ്റ്റുകാരോടും സോഷ്യലിസ്റ്റുകളോടും ഒക്കെ ഫൈറ്റ് ചെയ്ത് ഈ നാസി പാർട്ടി അഥവാ നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി അധികാരത്തിൽ വരുന്നുണ്ട്. പലതരത്തിലുള്ള ആൻറ്റി സോഷ്യലിസ്റ്റ്, ആൻറ്റി മാർക്സിസ്റ്റ് റെട്ടറിക്കുകൾ പറഞ്ഞു തന്നെയാണ് അവർ വന്നിട്ടുള്ളത്. 1933 കമ്മ്യൂണിസ്റ്റുകാർ ഈ ജർമ്മൻ പാർലമെൻറ്റ് കത്തിച്ച് നശിപ്പിക്കാൻ ശ്രമിക്കുന്നു, ജർമ്മനിക്ക് ഭീഷണിയാകുന്നു എന്ന് പറഞ്ഞാണ് എനേബിളിംഗ് ആക്ട് പോലെയുള്ള നിയമങ്ങൾ പാസ്സാക്കി ഒരു ഡിക്റ്റേറ്റർ അഥവാ സ്വേച്ഛാധിപതിയായി ഹിറ്റ്ലർ മാറുന്നത്. അവിടെയും പഴി കേൾക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അന്ന് ഹിറ്റ്ലർ റേഡിയോയിൽ പറയുന്നുണ്ട്, 1-ാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ തൊട്ടുണ്ടായിരുന്ന 14 കൊല്ലത്തെ മാർക്സിസ്റ്റ് ഭരണത്തെ ബോൾഷെവിസം എന്നാണ് ഹിറ്റ്ലർ വിളിക്കുന്നത്. ഈ ബോൾഷെവിസം അവസാനിച്ചില്ലെങ്കിൽ അരാജകത്വത്തിലേക്ക് പോകുമെന്നും ജർമ്മനിയുടെ ഭാവി ജർമ്മൻ ജനതയുടെയും ദൈവത്തിൻ്റെയും കയ്യിലാണെന്ന് ഹിറ്റ്ലർ പറയുന്നുണ്ട്. ഈ നാസി പാർട്ടിയുടെ പേരിൽ സോഷ്യലിസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് ഇത് സോഷ്യലിസമാണ് എന്ന് പല ആളുകൾ പല ആരോപണങ്ങൾ ഇന്ന് വയ്ക്കാറുണ്ട്. പക്ഷെ അത് ഹിസ്റ്ററിയെ ശരിക്കും മനസ്സിലാക്കാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. അന്നുണ്ടായിരുന്ന പാർട്ടികൾ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, സോഷ്യലിസ്റ്റ് പാർട്ടി, ഇങ്ങനെയുള്ള പാർട്ടികളാണ്. അതായത് കമ്മ്യൂണിസവും സോഷ്യലിസവും എന്ന് പറയുന്ന ചിന്തകൾ, തത്വചിന്തകൾ വളരെ പ്രബലമായിട്ട് നിൽക്കുന്ന ഒരു സമൂഹമായിരുന്നു അന്ന് ജർമ്മൻ സമൂഹം. അപ്പം ആ സമയത്ത് ഞങ്ങളും സോഷ്യലിസ്റ്റുകളാണ്, ഞങ്ങൾ ഇവരിൽ നിന്നും വ്യത്യസ്തമായ സോഷ്യലിസ്റ്റുകളാണ്, ഞങ്ങൾ നാഷണൽ സോഷ്യലിസ്റ്റുകളാണ് എന്ന് പറഞ്ഞാണ് ഹിറ്റ്ലറിൻ്റെ പാർട്ടിയൊക്കെ വരുന്നത്. ഈ മറ്റ് സോഷ്യലിസ്റ്റുകൾ ഇൻ്റർനാഷണൽ സോഷ്യലിസവും ജൂതന്മാരുടെ സോഷ്യലിസവും ബോൾഷെവിക് സോഷ്യലിസവും ഒക്കെയാണ് പറയുന്നത്. ഞങ്ങൾ നാഷണൽ സോഷ്യലിസം, ജർമ്മൻ രാജ്യത്തിന് വേണ്ടിയുള്ള സോഷ്യലിസമാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞാണ് ഇവർ വരുന്നത്. പക്ഷെ അതിനുശേഷം അവർ അധികാരത്തിൽ വന്നിട്ട് സോഷ്യലിസവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അവർ വേജസ് കുറയ്ക്കുന്നുണ്ട്, പല നാഷണൽ റിസോഴ്സസ് അവർ പ്രൈവറ്റൈസ് ചെയ്യുന്നുണ്ട്, ക്യാപിറ്റലിസ്റ്റുകളുടെ പ്രോഫിറ്റ് കൂട്ടുന്നുണ്ട്, എന്നാൽ വർക്കിംഗ് ക്ലാസ്സിൽ നിൽക്കുന്ന ആളുകളുടെ വേജ് നല്ല രീതിയിൽ കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ അന്നുണ്ടായിരുന്ന സോഷ്യലിസ്റ്റ് ചിന്തകളുള്ള ഒരു സമൂഹത്തിൽ ഞങ്ങളും സോഷ്യലിസ്റ്റുകളാണ് എന്ന് പറഞ്ഞാൽ മാത്രമേ അവിടെ ഒരു റെലവൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പ്രത്യേകതരം ഒരു സോഷ്യലിസ്റ്റുകളാണ്, ഞങ്ങൾ ജൂതന്മാരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സോഷ്യലിസമാണ് ഞങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്, നാഷണൽ സോഷ്യലിസമാണ് എന്നൊക്കെ പറഞ്ഞ് വന്ന ഒരു ടെക്നിക്കായിട്ടാണ് ഈ ഹിറ്റ്ലറിൻ്റെ പാർട്ടി ഈ സോഷ്യലിസം എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. അല്ലാതെ അവരുടെ പേരിൽ സോഷ്യലിസ്റ്റ് ഉണ്ട് എന്നതുകൊണ്ട് സോഷ്യലിസം എന്നത് ഒരു തെറ്റായ ആഖ്യാനമാണ്. അത് ഇന്നും പല സ്ഥലങ്ങളിൽ ആളുകൾ വളരെ രീതിയിൽ പ്രചരിപ്പിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. സോഷ്യലിസം ആണ് ഫാഷിസം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യലിസം, കമ്മ്യൂണിസം എന്നതിന് സോഷ്യലിസം കമ്മ്യൂണിസം മാത്രമല്ല, സോഷ്യലിസം, കമ്മ്യൂണിസം, ലിബറലിസം, ഹ്യൂമനിസം, ഇഗാലിറ്റേറിയനിസം ഇങ്ങനെയുള്ള എല്ലാ എൻലൈറ്റ്മെൻറ്റിന് ശേഷം വന്ന ആഖ്യാനങ്ങൾക്കും അല്ലെങ്കിൽ തത്വചിന്തകൾക്കും വിരുദ്ധമായിട്ട് നിൽക്കുന്ന ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ഫാഷിസം.
വേറൊരു മിഥ്യാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാഷിസ്റ്റുകൾക്ക് അങ്ങനെ എഴുത്തും വായനയൊന്നും വലിയ താല്പര്യമില്ല, അല്ലെങ്കിൽ അവർക്ക് ലിറ്ററേച്ചറിനോട് വലിയ താല്പര്യമില്ലായിരുന്നു, അല്ലെങ്കിൽ ഫിലോസഫി, തത്വചിന്ത, ലോജിക്ക് ഇതിനോടൊന്നും വലിയ ഒരു താല്പര്യമില്ലാത്ത ഒരു വിഭാഗമായിരുന്നു എന്ന ഒരു പൊതുവിൽ ഇതുണ്ട്. അവർ അൺകൾച്ചേർഡ്, അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള കുറേ മനുഷ്യർ, ബുദ്ധിയും വിവരമില്ലാത്ത മനുഷ്യർ, അങ്ങനെയൊക്കെയുള്ള ചില ഒരു മിസ്ഇൻഫർമേഷൻ നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട്. പക്ഷേ സത്യത്തിൽ അങ്ങനല്ല. ഫാഷിസ്റ്റുകൾക്ക് ഫിലോസഫി ഇഷ്ടമായിരുന്നു. ഈവൻ അവരുടെ ഏറ്റവും പ്രശസ്തൻ അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിലോസഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീച്ചയായിരുന്നു. നീച്ചയുടെ തത്വചിന്തകളിലും നീച്ച പറയുന്ന കാര്യങ്ങളിലും ഒരുപാട് അർത്ഥങ്ങൾ കണ്ടിരുന്ന ആളുകളായിരുന്നു ഫാഷിസ്റ്റുകൾ. നീച്ചയുടെ ബുക്കുകൾ പബ്ലിഷ് ചെയ്യുകയും നീച്ചയ്ക്ക് വേണ്ടി പടങ്ങൾ വരയ്ക്കുകയും നീച്ചയുടെ പ്രതിമകൾ അവർ കൊണ്ടുനടക്കുകയും ചെയ്തിരുന്നു. അപ്പം നീച്ചയിൽ എന്താണ് ഉണ്ടായിരുന്നത്? നീച്ച പറഞ്ഞ എന്ത് കാര്യങ്ങളിലായിരുന്നു അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നത്? അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ഫാഷിസ്റ്റുകളുടെ ചിന്താരീതി, ഫാഷിസ്റ്റുകളുടെ മനോഭാവം ഒക്കെ മനസ്സിലാക്കുന്നതിൽ നമുക്ക് ഒരു ക്ലാരിറ്റി വരും. നമ്മളാദ്യം നീച്ചയുടെ ഒരു ലോകവീക്ഷണം എന്താണെന്ന് മനസ്സിലാക്കണം. നീച്ച ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഫാഷിസ്റ്റുകൾക്ക് നീച്ചയിൽ ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ നീച്ച പറയാറുണ്ട്. നീച്ച പറയുന്നത് ഈ ലോകത്ത് 3 തരം ആളുകളുണ്ട് എന്നതാണ്: മാസ്റ്റേഴ്സ്, സ്ലേവ്സ് ആൻഡ് പ്രീസ്റ്റ്. യൂറോപ്പിലെ വെള്ളക്കാർ എന്ന് പറയുന്നത് ഈ മാസ്റ്റേഴ്സാണ് എന്നാണ് നീച്ച പറയുന്നത്. ഇവർ ആൽഫമീലുകളായിരിക്കും. ഇവരാണ് ലോകത്ത് കാര്യങ്ങൾ ചെയ്യുന്നവർ, ഇവരാണ് പിടിച്ചടക്കുന്നവർ, അടിച്ചമർത്തുന്നവർ, ഇവരാണ് ലോകക്രമങ്ങൾ ഉണ്ടാക്കുന്നത്. റോമക്കാർ, ഗ്രീക്ക്, വൈക്കിങ്സ് ഇങ്ങനെയുള്ളവരായിരുന്നു മാസ്റ്റേഴ്സ്. അവർ പിടിച്ചടക്കിയിരുന്നു, അടിച്ചമർത്തിയിരുന്നു, സ്പ്രെഡ് ചെയ്തിരുന്നു. പിന്നെയുള്ളത് സ്ലേവ്സ് അഥവാ അടിമകൾ. ഈ അടിമകൾ എന്ന് പറയുന്നത് ഈ അടിച്ചമർത്തൽ നേരിടുന്നവരാണ്. ഇവർ ഫ്രസ്ട്രേറ്റഡ് ആണ്, ഇവർക്ക് കഴിവില്ലാത്തവരാണ്, ബുദ്ധിയില്ലാത്തവരാണ്, മോറലി ഇൻഫീരിയർ ആണ് എന്നാണ് നീച്ച പറയുന്നത്. ഈ അടിമകൾ വിഷമത്തിലും ഫ്രസ്ട്രേറ്റഡുമാണ്. ഈ അടിമകൾ പറയുന്നത് ഈ മാസ്റ്റേഴ്സ് ആവുന്നത് അവരുടെ കഴിവ് കൊണ്ടല്ല, അവർ മോശം മനുഷ്യരായതുകൊണ്ടാണ്. ഞങ്ങൾ അടിമകൾ നല്ല മനുഷ്യരാണ്, ഞങ്ങൾ നല്ല മനുഷ്യരായതുകൊണ്ടാണ് ഞങ്ങൾ അടിച്ചമർത്തപ്പെടുന്നത് എന്നൊരു കഥയിൽ ഇവർ വിശ്വസിക്കുന്നു. പിന്നൊരു വിഭാഗം എന്നത് പ്രീസ്റ്റുകളാണ്. പ്രീസ്റ്റുകൾ എപ്പോഴും ഈ മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്ന് തന്നെ വരുന്നവരായിരിക്കും. പക്ഷെ അവർ ലോകത്ത് ശരിയെന്താണ് തെറ്റാണെന്താണെന്ന് പഠിപ്പിക്കാൻ നടക്കുന്നവരാണ്. മനുഷ്യൻ്റെ ഉള്ളിലെ കഴിവുകളെയും ക്യാരക്ടറിനെയും ഇല്ലാതാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇവർ സമൂഹത്തിൽ പറഞ്ഞു കൊടുക്കും, ഇതാണ് ശരി, ഇതാണ് തെറ്റ്, ഒബ്ജക്റ്റീവ്ലി ഇതാണ് ശരി, ഒബ്ജക്റ്റീവ്ലി ഇതാണ് തെറ്റ്, ശാസ്ത്രം ഇത് പറയുന്നു, ലോകം ഇങ്ങനെയാണെന്ന് നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളെയും വികാരങ്ങളെയും ഡിസയറുകളെയും അടിച്ചമർത്താൻ ശ്രമിക്കുന്നു. ഈ പ്രീസ്റ്റുകൾ പലപ്പോഴും അടിമകളുടെ കൂടെ ചേർന്ന് ഈ മാസ്റ്റേഴ്സിനെതിരെ യുദ്ധം ചെയ്യും. സമൂഹം അങ്ങനെയാണ് നശിക്കുന്നത് എന്നാണ് നീച്ച പറയുന്നത്. സമൂഹം നശിക്കാനുള്ളൊരു കാരണം ഈ അടിമ മനോഭാവമുള്ള മനുഷ്യരുമായിട്ട് കൂടിച്ചേർന്ന് ഈ പ്രീസ്റ്റുകൾ സമൂഹത്തിൽ പറയുകയാണ്, ഇതാണ് ശരി, ഇതാണ് തെറ്റ്, നിങ്ങൾ ഇന്നതേ പറയാവൂ, ഇന്നത് പറയാൻ പാടില്ല, ഇതാണ് ശരി, ഇതാണ് തെറ്റ്, ഇതാണ് ആത്യന്തികമായ സത്യങ്ങൾ എന്ന് നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. നമ്മുടെ ഉള്ളിലെ വികാരങ്ങൾ, നമുക്ക് പിടിച്ചടക്കാനുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ, അടിച്ചമർത്താനുള്ള നമ്മുടെ വികാരങ്ങൾ, ഇതെല്ലാം തെറ്റാണ് നമ്മളെ പഠിപ്പിക്കുന്നു. നീച്ച കരുതിയിരുന്നത് വെള്ളക്കാർ മാസ്റ്റേഴ്സ് ആണെന്നാണെങ്കിൽ ജൂതവംശത്തിലുള്ള ആളുകൾ ഈ അടിമകളാണ് എന്നാണ് നീച്ച കരുതിക്കൊണ്ടിരുന്നത്. ഇവർ മോറലി ഇൻഫീരിയർ ആണ്, ധാർമ്മികപരമായി താഴെ നിൽക്കുന്നവരാണ്, ഇവർ മോറലി കറപ്റ്റാണ്. ഇവരും പ്രീസ്റ്റുകളും കൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു മതമാണ് ക്രിസ്ത്യാനിറ്റി എന്നായിരുന്നു നീച്ച പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ക്രിസ്ത്യാനിറ്റി നമ്മളെ പഠിപ്പിക്കുകയാണ് എന്താണ് ശരി, എന്താണ് തെറ്റ്. നമ്മുടെ ഉള്ളിലെ വികാരങ്ങൾ അടിച്ചമർത്താൻ പറയുന്നു, നമ്മുടെ ആഗ്രഹങ്ങൾ തെറ്റാന്ന് അവർ പറയുന്നു. എനിക്കൊരാളെ തല്ലാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ബൈബിളിലെ വാക്യം, ദ മീക്ക് വിൽ ഇൻഹെറിറ്റ് ദി എർത്ത്. ഹമ്പിളും ജെന്റിലുമായിട്ടുള്ള മനുഷ്യരായിരിക്കും ഭൂമിയുടെ അവകാശികൾ. ഇന്ന് നമുക്ക് ഇത്തരം ചർച്ചകൾ കാണാൻ പറ്റും. ഉദാഹരണത്തിന് അമേരിക്കയിൽ നമുക്ക് പലതരത്തിലുള്ള ചർച്ചകൾ കാണാൻ പറ്റും. യൂണിവേഴ്സിറ്റീസിലെല്ലാം വോക്കുകൾ വന്ന് നമ്മുടെ സമൂഹത്തെ കറപ്റ്റ് ചെയ്യുന്നു. വോക്കായ ആളുകൾ ശരിതെറ്റുകൾ പഠിപ്പിക്കുന്നു. പൊളിറ്റിക്കൽ കറക്റ്റ്നസ് നമ്മുടെ മേത്ത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. എനിക്കിത് പറയാനുള്ള അവകാശമില്ലെന്ന് അവർ പറയുന്നു. ഇവിടുത്തെ സമൂഹം ഡീഗ്രേഡ് ആവുന്നത് ഈ മുസ്ലിങ്ങൾക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റുകാർ പണിയെടുക്കുന്നുണ്ടാണ്. ഇവിടുത്തെ യൂണിവേഴ്സിറ്റീസ് അർബൻ നക്സലുകളാണ്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും മുസ്ലിങ്ങളും കൂടെ നമ്മുടെ സമൂഹത്തിലെ ധാർമ്മികത ഇല്ലാതാക്കുന്നു. ജീർണിച്ച സമൂഹത്തിലേക്കാണ് ഇത് നയിക്കുന്നത്. നീച്ച സമൂഹം ജീർണിച്ചു എന്ന് തന്നെയാണ് കരുതിക്കൊള്ളുന്നത്. ഈ ജീർണിച്ച സമൂഹത്തെ രക്ഷിക്കണമെങ്കിൽ നമ്മൾ പേഴ്സണൽ സൈക്കോളജിക്കൽ ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നു പോകണം എന്നാണ് നീച്ച പറഞ്ഞത്. നമ്മൾ സ്വയം നന്നാകണം, നമ്മൾക്ക് ഒരു സൈക്കോളജിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകണം. നമ്മുടെ അടിമ മനോഭാവം മാറ്റേണ്ടതുണ്ട്. അശക്തനായ ആൽഫാമെയിൽ വികാരം നമ്മൾ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മളെ അതിൽ നിന്ന് പിന്നോട്ടടിക്കുകയാണ് ഈ യൂണിവേഴ്സിറ്റീസ്,
തത്വചിന്തകരെ, ഹിസ്റ്റോറിയൻസ്, ഫിലോസഫേഴ്സ്, എത്തിക്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അടിച്ചമർത്തുകയാണ്. ഇതിൽ നിന്നെല്ലാം നമ്മൾ പൊട്ടിച്ച് വെളി വരേണ്ടതുണ്ട്. അതിനാദ്യം ചെയ്യേണ്ട ഒരു പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ. നിങ്ങൾക്ക് ഇപ്പോഴും കാണാൻ പറ്റും പലതരത്തിലുള്ള ജോർഡൻ പീറ്റേഴ്സൺ ലെക്ചറിൽ പേഴ്സണൽ സൈക്കോളജിക്കൽ ട്രാൻസ്ഫോർമേഷൻ ആകും, ആൽഫ മീലാകും, യു ഷുഡ് ബി ഫേം. നമുക്ക് നീച്ചയുടെ ഒരു കോട്ട് നോക്കാം. ഇത് ഞാൻ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്, അതൊന്ന് ഞാൻ വായിക്കാം. ദൈവം മരിച്ചു, ദൈവം മരിച്ച നിലയിൽ തന്നെ തുടരുന്നു. നാം തന്നെയാണ് അവനെ കൊന്നത്. എല്ലാ കൊലയാളികളുടെയും കൊലയാളികളായ നമ്മൾ എങ്ങനെ നമ്മെ തന്നെ ആശ്വസിപ്പിക്കും? ലോകം ഇതുവരെ സ്വന്തമാക്കിയതിൽ ഏറ്റവും വിശുദ്ധവും ശക്തവുമായത് നമ്മുടെ കത്തികൾക്ക് കീഴിൽ രക്തം വാർന്നു മരിച്ചു. ഈ രക്തം നമ്മിൽ നിന്ന് ആര് തുടച്ചു മാറ്റും? നമ്മെ ശുദ്ധീകരിക്കാൻ എന്ത് വെള്ളമാണ് നമുക്കുള്ളത്? എന്ത് പ്രായശ്ചിത്ത ഉത്സവങ്ങൾ, എന്ത് വിശുദ്ധ കർമ്മങ്ങൾ നാം കണ്ടുപിടിക്കേണ്ടി വരും? ഈ പ്രവൃത്തിയുടെ മഹത്വം നമുക്ക് താങ്ങാവുന്നതിനും അപ്പുറമല്ലേ? അതിന് യോഗ്യരായി തോന്നാൻ നാം തന്നെ ദൈവങ്ങളാകേണ്ടി വരില്ലേ? ഇത് നീച്ചയുടെ ഒരു വിലാപമാണ്. ദൈവം, ചർച്ച് എന്നിവ നമുക്ക് സമൂഹത്തിൽ ഒബ്ജക്റ്റീവ്, ധാർമ്മികത, സത്യം, നീതി, ന്യായം എന്നിവ നമ്മളെ കാണിച്ചു തന്നിരുന്നു. എന്നാൽ എൻലൈറ്റ്മെൻറ്റിന് ശേഷം ഇതെല്ലാം തന്നെ ശാസ്ത്രം, മനുഷ്യയുക്തി എന്ന പ്രതിഭാസങ്ങളായി. ഇതിൽ നീച്ചെ ഭയങ്കര വിഷമിക്കുന്നുണ്ട്. നീച്ചെ ഇവിടെ നാസ്തികതയല്ല പറയുന്നത്, ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ചയിലല്ല നീച്ചെ ഇവിടെ കൺസേൺഡ് ആകുന്നത്. ദൈവം മരിച്ചു എന്ന് പറയുമ്പോൾ ശരിക്കുമുള്ള ദൈവം എവിടെയോ മരിച്ചു, ജീസസ് മരിച്ചു, അള്ളാഹു മരിച്ചു എന്നൊന്നും അല്ല നീച്ചെ പറയുന്നത്. നീച്ചെ പറയുന്നത് നമ്മുടെ സംസാരങ്ങളിൽ, ദൈനംദിന സംസാരങ്ങളിൽ നിന്ന് ദൈവം മരിച്ചു എന്നാണ്. അതിൽ നിന്ന് നീച്ചെ ഉദ്ദേശിക്കുന്നത് ഒരു ഒബ്ജക്റ്റിവിറ്റി ഇല്ലാതായെന്നാണ്. നീച്ചെ പറയുന്നുണ്ട് ദർ ഇസ് നോ കോൺസെപ്റ്റ് ഓഫ് ട്രൂത്ത്. സത്യം എന്നൊരു കോൺസെപ്റ്റ് ഇല്ല, ആ കോൺസെപ്റ്റ് നോൺസെൻസിക്കലാണ് എന്ന് നീച്ചെ പറയുന്നുണ്ട്. ദർ ആർ നോ ഫാക്ട്സ്, വസ്തുതകളില്ല, ഓൺലി ഇൻ്റർപ്രിട്ടേഷൻസ്, വ്യാഖ്യാനങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് നീച്ചെ പറയുന്നുണ്ട്. അതിലൂന്നിയാണ് നമ്മൾ ലോകത്തെ കാണുന്നത്. അപ്പോൾ ഇവിടെ ലോകത്തിൻ്റെ പർപ്പസ്, നമ്മൾ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരേണ്ട പർപ്പസ് എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളും വികാരങ്ങളും പുറത്ത് ഫ്രീഡമോട്ടോട് കാണിക്കുക എന്നതാണ്. അപ്പം ഇങ്ങനെ സത്യവും നീതിയും ധർമ്മവും ഒന്നുമില്ലാത്ത ഈ ലോകത്ത് നമുക്ക് പർപ്പസ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? എങ്ങനെ നമുക്ക് ഈ ലോകത്തെ ഓർഡർ ചെയ്യാൻ പറ്റും എന്നാണ് നീച്ചെ ചോദിക്കുന്നത്. അതാണ് ഈ വിലാപത്തിൽ നിന്ന് നീച്ചെ സമൂഹത്തിനോട് ചോദിക്കുന്നത്. ഫാഷിസ്റ്റുകൾക്ക് ഈ ചോദ്യമാണ് അവരെ ഭയങ്കരമായിട്ട് പ്രേരിപ്പിക്കുന്നത്. നീച്ചെ പറയുന്നു ലോകത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിൽ ടു പവറാണ്, അതല്ലാതൊന്നുമല്ല. ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് വളരുക, പടരുക, കൺട്രോൾ ചെയ്യുക, അടിച്ചമർത്തുക, പിടിച്ചടക്കുക. അവിടെ ധാർമ്മികതയോ അധാർമികതയോ ഇല്ല. ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ ഈ വിൽ ടു പവറാണ്. നിങ്ങൾ ജീവനെ നോക്കൂ, ജീവൻ എങ്ങനെയാണ് നിലനിൽക്കുന്നത്? വളരാൻ ശ്രമിക്കുന്നു, പടരാൻ ശ്രമിക്കുന്നു, അടിച്ചമർത്താൻ ശ്രമിക്കുന്നു, അടിച്ചൊതുക്കാൻ ശ്രമിക്കുന്നു, കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു, പിടിച്ചടക്കാൻ ശ്രമിക്കുന്നു. അതുതന്നെയാണ് ലോകത്തിൻ്റെ പർപ്പസ്, അതുതന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിനു വേണ്ട നോളജും വാല്യൂസും മാത്രമേ മാറ്റർ ചെയ്യുന്നുള്ളൂ. ഈ വിൽ ടു പവർ എക്സസൈസ് ചെയ്യാനുള്ള നൈതികതയും സത്യങ്ങളും ധാർമ്മികതയും മാത്രമേ ഈ ലോകത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൻ്റെ പർപ്പസിന് നമ്മൾ നിലനിൽക്കുന്ന സ്പേസുകളിൽ നമ്മൾ മാസ്റ്റർ ആവുക എന്നതാണ്. വളരെ റീസെൻ്റായിട്ട് ടി.ജി. മോഹൻദാസ് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, ഇതൊക്കെ ഞങ്ങളുടെ ഗോൾവാൾക്കർ പണ്ടേ പറഞ്ഞതാണ്, നിങ്ങളുടെ രാജ്യം ശക്തനാകണമെന്ന്. ആദ്യം ശക്തരാകും, ശക്തരായിട്ട് പോയി ബാർഗെയിൻ ചെയ്യും. ശക്തരല്ലാത്തവന് ഇവിടെ ഒരു വിലയുമില്ല. ശക്തരാകാൻ വേണ്ടി ശ്രമിക്കുക, അധികാരത്തിലെത്താൻ വേണ്ടി ശ്രമിക്കുക, പടരാൻ ശ്രമിക്കുക, പിടിച്ചടക്കാൻ ശ്രമിക്കുക. അതാണ് നീച്ചെ ഫാഷിസ്റ്റുകളോട് പറയുന്നത്. ഫാഷിസ്റ്റുകൾ നീച്ചെ വായിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഐഡിയ അതാണ്. അപ്പോൾ നീച്ചെ ഇവിടെ പറയുകയാണ്, അടക്കി ഭരിക്കൂ. ഫാഷിസ്റ്റുകൾ എന്തുകൊണ്ടാണ് സംവരണത്തിനെതിരെ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് കൊണ്ടാണ്. കാരണം സംവരണം ഒരു അടിമത്ത മനോഭാവമാണ്. കഴിവില്ലാത്ത മനുഷ്യരെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അധികാരത്തിൽ പവറോടുകൂടി കഴിവോടുകൂടി കൊണ്ടുവരുന്ന, കഴിവോടുകൂടി മത്സരിച്ച് വരുന്ന ആളുകളെ നമ്മൾ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നു. എന്നിട്ട് ആളുകൾക്ക് സംവരണം കൊടുക്കുന്നു. അവരൊന്നും കഴിവില്ലാത്ത മനുഷ്യരാണ്, അവർ ജനിതകമായി തന്നെ കഴിവില്ലാത്ത മനുഷ്യരാണ്, അല്ലെങ്കിൽ അവർ കൾച്ചറലി ഇൻഫീരിയർ ആയിട്ടുള്ള മനുഷ്യരാണ്, അവരുടെ മതപരമായിട്ട് തന്നെ ഇൻഫീരിയർ ആയിട്ടുള്ള മനുഷ്യരാണ്. നീച്ചെ പറയുന്നുണ്ട് ചില മനുഷ്യർക്ക് ഒരിക്കലും ധാർമ്മികത ഒന്നും കിട്ടില്ല എന്ന്. വംശപരമായിട്ട് തന്നെ അവർക്ക്
ധാർമ്മികത എന്ന് മനസ്സിലാകുന്നത്. റേസുമായിട്ട് തന്നെ ചില ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് ധാർമ്മികത മനസ്സിലാകുകയില്ല എന്നാണ് നീഷെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ധാർമ്മികത നമ്മൾ ചില മനുഷ്യർക്ക് വേറെ ധാർമ്മികതയും ചില മനുഷ്യർക്ക് വേറെ ധാർമ്മികതയും നമ്മൾ കൊടുക്കേണ്ടതുണ്ട് എന്ന് നീഷെ വരുന്നുണ്ട്. ചില ആളുകൾക്കൊന്നും ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല. അത് ജൂതന്മാർക്ക് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലെന്ന് തന്നെയായിരുന്നു നീഷെ കരുതിക്കൊണ്ടിരുന്നത്. നീഷെ മനുസ്മൃതിയുടെ വരെ ഫാനായിരുന്നു. മനുസ്മൃതിയെ പൊക്കി അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് നോട്ട്സിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം വിശ്വസിച്ചിരുന്ന ചണ്ടാളം വർഗം എന്ന് പറയുന്ന ഒരു താഴ്ന്ന ജാതിയുടെ സക്സസേഴ്സ് അല്ലെങ്കിൽ ഡിസെൻഡൻസ് ആണ് ഈ ജൂതവിശ്വാസികൾ അല്ലെങ്കിൽ ജൂത സമൂഹം എന്നാണ്. അപ്പോൾ മനുസ്മൃതി വരെ അദ്ദേഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത്തരം ചിന്തകൾ നിങ്ങൾക്ക് ഇപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് ഫാഷിസ്റ്റുകൾ എപ്പോഴും അധകൃത സമൂഹത്തിന് നേരെ തിരിഞ്ഞു നിൽക്കുന്നതെന്ന്. അത് ഈ ലോകത്ത് ഇമ്പോർട്ടൻ്റ് കാര്യമല്ല. പാവപ്പെട്ടവരെ കുറിച്ച് സംസാരിക്കുന്നത് ഇവിടെ വിഷയമുള്ള കാര്യമല്ല. പാവപ്പെട്ടവന് പൈസ ഇല്ലെങ്കിൽ അത് അവൻ്റെ കുഴപ്പമാണ്, നമ്മളല്ല നോക്കേണ്ടത്. ശക്തരായവരെക്കുറിച്ച് പറയും, സക്സസ്ഫുൾ ആയവരെ പറ്റി പറയും. തീയിൽ കുരുത്തവൻ വെയിലത്ത് പാടില്ല. തുല്യ വോട്ടിംഗ് അവകാശം കൊടുക്കണം. എന്തിനു വോട്ടിംഗ് അവകാശം കൊടുക്കണം? അധികാരവും ശക്തിയുള്ള കഴിവുള്ളവർക്ക് വേണം നമ്മൾ വോട്ടവകാശം കൊടുക്കാൻ. അതാണ് ഫാഷിസം. അപ്പോൾ ഇത്തരം ചിന്തകളാണ് ഫാഷിസം വരുന്നത്. ഇത്തരം ചിന്തകളാണ് ഫാഷിസ്റ്റ്. അപ്പോൾ ഫാഷിസ്റ്റുകൾ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഈ നീച്ചയുടെ ഈ ചിന്തകൾ, വിൽ ടു പവർ, ഈ ജീവിതത്തിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് തന്നെ യുദ്ധമാണ്. ഈ പ്രകൃതിയോട്, മറ്റു മനുഷ്യരോട്, ഇവരോട് യുദ്ധം. ഈ യുദ്ധത്തിൽ ജയിക്കാനുള്ളൊരു ശ്രമമാണ്. ഈ ലോകം എന്ന് പറയുന്നത് ഒരു ഫുഡ് ചെയിനാണ്. ഒന്ന് മറ്റൊന്നിനെ ഭക്ഷിക്കുന്ന ഒരു ഫുഡ് ചെയിനാണ്. ഈ ഫുഡ് ചെയിൻ്റെ ടോപ്പിലെത്തുക, അതാണ് പർപ്പസ് ഓഫ് ലൈഫ്. ഈ ലോകത്തിൻ്റെ ക്രമം എന്ന് പറയുന്നത് ഇതാണ്. ഈ ക്രമത്തിനനുസരിച്ച് നമ്മൾ ലോകത്തിൻ്റെ ടോപ്പിലെത്താൻ പറ്റുക. എൻ്റെ വീട്ടിലെ ഏറ്റവും മിടുക്കനായ പുത്രൻ ഞാനായിരിക്കണം. എൻ്റെ ജില്ല ആയിരിക്കണം ഏറ്റവും മികച്ച ജില്ല. എൻ്റെ രാജ്യമായിരിക്കണം മികച്ച രാജ്യം. മീര ഭാരത് മഹാൻ എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ടല്ലോ. മീര ഭാരത് മഹാൻ. എൻ്റെ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞാൽ എൻ്റെ സ്വാഭിമാനം ഇല്ല, എൻ്റെ ഇന്ത്യ ശക്തനാകണം. അതാണ് ഫാഷിസം. അതാണ് ഫാഷിസ്റ്റുകളെ ഡ്രൈവ് ചെയ്യുന്ന ഫോഴ്സുകൾ. സത്യം, നീതി, ധർമ്മം ഇല്ല. ഫാഷിസ്റ്റുകൾ ഒബ്ജക്റ്റീവ് മൊറാലിറ്റിയിൽ വിശ്വസിക്കുന്നില്ല. ഫാഷിസ്റ്റുകൾ സത്യം, നീതി, ധർമ്മം എന്നുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്നില്ല. ഫാഷിസ്റ്റുകൾക്കെല്ലാം റിലേറ്റീവ് സത്യങ്ങളാണ്. നിൻ്റെ സത്യമല്ല എൻ്റെ സത്യം. നീ ഇങ്ങനെ പറയുന്നു, ഞാൻ അങ്ങനെ പറയുന്നു. നിനക്ക് അങ്ങനെ ചെയ്യാം, എനിക്ക് ഇങ്ങനെയും ചെയ്യാം. ഇത് ശരി തെറ്റുകളില്ല. ഒന്ന് മറ്റൊന്നിനെ തിന്നാൻ എന്തും ഉപയോഗിക്കാം, എന്ത് വഴിയും എടുക്കാം, എന്ത് വഴികളിലൂടെയും പോകാം. നമുക്ക് അത് നമ്മുടെ പല പുരാണങ്ങളിലും കാണാൻ പറ്റും. ലക്ഷ്യം ആണ് പ്രധാനം, മാർഗമല്ല. നമുക്കിത്തരം ഈ തോട്ടുകൾ, ഈ ഫിലോസഫി പല സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഫാഷിസ്റ്റുകളെ നമ്മളൊരിക്കലും കൺസർവേറ്റീവുകളായിട്ടല്ല കാണുന്നത്. കൺസർവേറ്റീവ് മതവാദികളുമായിട്ടല്ല നമ്മൾ ഫാഷിസ്റ്റുകളെ ഒരിക്കലും ഇക്വേറ്റ് ചെയ്യുക. പലപ്പോഴും നമ്മുടെ ചർച്ചകളിൽ മതവാദികളെ ഫാഷിസ്റ്റുകളായിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ മതവാദികൾ അല്ലെങ്കിൽ കൺസർവേറ്റീവ് ആയിട്ടുള്ള ആളുകളും ഫാഷിസ്റ്റുകളും തമ്മിൽ വ്യത്യാസമുണ്ട്. ഫാഷിസ്റ്റുകൾ ശക്തരാവാനാണ് പറയുന്നത്. മനുഷ്യൻ ശക്തനാവണം. അവൻ്റെ ഉള്ളിലുള്ള ആ സിംഹത്തെ, ആ കടുവേനെ ഉണർത്തുക, നിങ്ങളുടെ ഉള്ളിലെ ആ മൃഗത്തെ ഉണർത്തുക. പക്ഷേ മതവാദികൾ നമ്മൾ പരിമിതരാണ്, നമ്മുടെ അറിവുകൾക്ക് പരിമിതിയുണ്ട്, നമ്മൾ തെറ്റ് ചെയ്യുന്നവരാണ്, നമ്മളെ നോക്കാൻ ദൈവം വേണം, നമുക്ക് സ്വയം ഓർഗനൈസ് ചെയ്യാൻ പറ്റത്തില്ല, വെളിയിൽ നിന്നൊരു ഡിവൈനായിട്ടുള്ള ഒരു ധാർമ്മികത നമുക്ക് കിട്ടിയാലേ നമുക്ക് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ, നമുക്ക് പ്രകൃതിയിൽ നമ്മൾ അശക്തരാണ് എന്ന് പറയുന്ന ഒരു കൂട്ടം തത്വചിന്ത ഫോളോ ചെയ്യുന്നവരായിരിക്കും മതവാദികൾ. പക്ഷേ ഫാഷിസ്റ്റുകൾ അങ്ങനല്ല. ഫാഷിസ്റ്റുകൾ ശക്തരാകൂ. സത്യം, നീതി, ധർമ്മം, ഹൂ കെയർസ്? നോബഡി കെയർസ്. ദൈവം മരിച്ചിരിക്കുന്നു, നമുക്കിനി ഓർഡർ ചെയ്യണമെങ്കിൽ വിൽ ടു പവർ ഫോളോ ചെയ്യുക, അധികാരത്തിൽ വരാൻ ശ്രമിക്കുക, പവറില്ലാത്തവനെ ദൂരെ കളയുക, ചവിട്ടി പുറത്താക്കുക, പാവപ്പെട്ടവർക്ക് വേണ്ടി സംസാരിക്കുന്നവനെ അടിച്ചമർത്തുക. ആ സൊസൈറ്റിയിൽ നിന്ന് വളരെ വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ശക്തിയുള്ള മനുഷ്യർ വരട്ടെ, അവർ ഈ സൊസൈറ്റീനെ ലീഡ് ചെയ്യട്ടെ. അല്ലാതെ എല്ലാവർക്കും എല്ലാം കൊടുക്കണമെന്ന് പറയുന്ന സംസാരം എന്നോട് സംസാരിക്കേണ്ട ആവശ്യമില്ല. മതവാദികൾ അങ്ങനെയല്ല. മതവാദികൾ എല്ലാവർക്കും കൊടുക്കണം, പാവപ്പെട്ടവന് കൊടുക്കൂ, ദാനം ചെയ്യൂ, എല്ലാവരെയും നമ്മൾ സ്നേഹിക്കൂ. അങ്ങനെയൊന്നും നമ്മൾ ചെയ്യേണ്ടതാണ് ഫാഷിസ്റ്റുകൾ പറഞ്ഞത്. മതവാദികൾക്ക് ധാർമ്മികത ഉണ്ട്. ദൈവം ഇത് പറഞ്ഞിട്ടുണ്ട്, നമുക്കത് ചെയ്യാൻ പാടില്ല. ഫാഷിസ്റ്റുകൾക്ക് നമ്മൾ ആകെ ചെയ്യേണ്ടത് എന്താണ്? സീസ്, ക്യാപ്ചർ, സ്പ്രെഡ്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ മതവാദികളെയും മതത്തെയും ഫാഷിസമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഈ മതം എന്നതും ഫാഷിസം എന്ന് പറയുന്നതും വളരെ വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങളാണ്. ഫാഷിസ്റ്റുകൾ ചിലപ്പോൾ മതത്തെ ഉപയോഗിക്കാം,
ഉദാഹരണത്തിന് നീച്ചെ പറയുന്നുണ്ട്, നമുക്ക് ഈ സ്ലേവ് മൊറാലിറ്റി നമുക്ക് വേണ്ട. അപ്പം നീച്ചെ ഒരു മതവിമർശനം നടത്തുകയാണ്. ആ മതവിമർശനം വെച്ചാൽ മതം ശരിയോ തെറ്റോ എന്നല്ല പുള്ളി നീച്ചെ മതവിമർശനം നടത്തുന്നത്. ഈ ക്രിസ്ത്യാനിറ്റിയെ സ്ലേവ് മൊറാലിറ്റി എന്ന് നീച്ചെ വിളിക്കുമ്പോൾ നീച്ചെ ഉദ്ദേശിക്കുന്നത് ക്രിസ്ത്യൻ ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ചയല്ല. ഈ കൾച്ചർ, ഈ ക്രിസ്ത്യൻ അന്നുണ്ടായിരുന്ന ആ ക്രിസ്ത്യൻ കൾച്ചർ നമ്മളെ സബ്മിസീവ് ആക്കുന്നു. അങ്ങനത്തെ ദൈവസങ്കല്പമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ആൽഫ മെയിൽ ദൈവസങ്കല്പമാണ് വേണ്ടത്. നമുക്ക് ഇന്ത്യൻ കൾച്ചറിൽ നമുക്ക് കാണാൻ പറ്റും ആ ആൽഫ മെയിലായിട്ടുള്ള രാമൻ, ആൽഫ മെയിലായിട്ടുള്ള ശിവൻ, ആൽഫ മെയിലായിട്ടുള്ള ഹനുമാൻ, അങ്ങനെയുള്ള വിരാട രൂപത്തിൽ നിൽക്കുന്ന, എന്തിനേയും വെട്ടിപ്പിടിക്കാൻ പോകുന്ന, എന്തിനും പോകുന്ന ദൈവങ്ങളെ അങ്ങനെ സ്ഥാപിക്കുക. വാളെടുത്ത രാമനെ വരിക, അല്ലാതെ തങ്ങളുടെ ഗുരുക്കളുടെ മുമ്പിൽ തലകുനിച്ചിരിക്കുന്ന രാമനോ വിഷമിച്ചിരിക്കുന്ന രാമനോ അല്ല, വാളെടുത്ത് വില്ലുകുലച്ച് നിൽക്കുന്ന രാമൻ. അതിലേക്ക് പോവുക. ഇതേ കാര്യം മുസോളിനി എഴുതുന്നുണ്ട്, ഞങ്ങൾ റിലേറ്റിവിസ്റ്റുകളാണെന്ന്. റിലേറ്റിവിസവും വിൽ ടു പവറും തന്നെയാണ് ഞങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ചിന്താ പദ്ധതി. അപ്പോൾ ഇനി മുതൽ ഫാഷിസ്റ്റുകളെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത്തരം ട്രേറ്റ്സ് നോക്കിയാൽ മതി. അവർ അക്രമം ചെയ്യുന്നില്ലയോ, അവർ അടിച്ചമർത്തുന്നോ ഇല്ലയോ, അവർ അതോറിറ്റേറിയനാണോ ഇല്ലയോ എന്നതല്ല അവർ ഫാഷിസ്റ്റുകളാണോ എന്നുള്ളത്. അവർ ഈ പറഞ്ഞ ഈ വികാരങ്ങൾ അവർ ഉൾക്കൊള്ളുന്നുണ്ടോ? സത്യം, നീതി, ധർമ്മം എന്നുള്ള കാര്യങ്ങളില്ല. ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ല. അതിനെന്തും ചെയ്യുക, എന്തും പറയുക. അതിന് ദൈവത്തെ കൂട്ടുപിടിക്കണമെങ്കിൽ ദൈവത്തെ കൂട്ടുപിടിക്കുക, നാസ്തികരെ കൂട്ടുപിടിക്കണമെങ്കിൽ നാസ്തികരെ കൂട്ടുപിടിക്കുക, ആരോടും കൂട്ടുപിടിക്കുക. അത് കാരണം ആകെയുള്ള മെത്തേഡ് എന്ന് പറയുന്നത് അധികാരത്തിലെത്തുക എന്നതാണ്. ക്യാപ്ചർ ചെയ്യുക, പിടിച്ചടക്കുക, അതിനുവേണ്ടി എന്തും ചെയ്യുക. അതിനുവേണ്ടി മതം പറഞ്ഞ ആളുകളെ ഇളക്കി വിടാൻ പറ്റുമെങ്കിൽ ഇളക്കി വിടുക. ഏതെങ്കിലും ഒരു വില്ലനെ കാണിച്ചിട്ട് ആ വില്ലനാണ് നമ്മുടെ സമൂഹത്തിലെ എന്നൊരു കഥ ഉണ്ടാക്കി, നറേറ്റീവ് ഉണ്ടാക്കി അധികാരത്തിൽ വരാൻ പറ്റുമെങ്കിൽ അതിന് ശ്രമിക്കുക. മൈനോറിറ്റി റൈറ്റ്സിന് വിരുദ്ധമായിട്ട് നിൽക്കുക. കാരണം മൈനോറിറ്റികൾ ഇവിടെ ജീവിക്കാൻ പാകമുള്ള ആളുകളല്ല. ഇവിടെ പർപ്പസ് ഓഫ് ലൈഫിൽ ഈ ഫുഡ് ചെയിനിൻ്റെ താഴെത്തട്ട് നിൽക്കുന്ന മനുഷ്യർ, താഴെത്തട്ടിരിക്കുന്ന ജീവികൾക്ക് ജീവിക്കാൻ അവകാശമില്ല. ഇത്തരം ചിന്ത നമുക്ക് പലതരത്തിലുള്ള പോപ്പുലർ കൾച്ചറിൽ കാണാൻ പറ്റും. ഇപ്പം ഞാൻ വളരെ പേഴ്സണലി നോട്ട് ചെയ്തിട്ടുള്ള ആൻഡ്രൂ ടേറ്റിൽ ഈ ഒരു ചിന്ത എപ്പോഴും പറയുന്നുണ്ട്. ബി ആൻ ആൽഫ മെയിൽ, സിഗ്മയാകൂ, ആൽഫയാകൂ. ഡോണ്ട് തിങ്ക് അബൌട്ട് ദീസ് തിങ്സ്, ഗ്രൈൻഡ് യുവർ സെൽഫ്. അല്ലെങ്കിൽ രാവിലെ എണീറ്റ് 10 പുഷപ്പ് എടുക്കൂ. ബി ദാറ്റ് സെൽഫ് ആയിട്ടുള്ള ആളുടെ ബെസ്റ്റ് ആകാൻ ശ്രമിക്കും. നീ നിൻ്റെ ബെസ്റ്റ് ആവുക, എന്നിട്ട് നിങ്ങളുടെ കൂട്ടത്തിലെ ബെസ്റ്റ് ആവാൻ ശ്രമിക്കുക. വീക്ക് മനോഭാവം എടുത്ത് മാറ്റുക. ഇത് നമുക്ക് ജോർഡൻ പീറ്റേഴ്സിൻ്റെ ടോക്കിലും ഇത്തരം സംസാരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഡോണ്ട് ബി വീക്ക് ആവരുത്. നമുക്ക് ഈ ഇൻസൽ ഐഡിയോളജി അല്ലെങ്കിൽ ആൻറ്റി LGBTQ അക്കൗണ്ട്സ് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഇത്തരം ചിന്തകൾ നമുക്ക് കാണാൻ പറ്റും. അവർ ഷെയർ ചെയ്യുന്ന മീമുകൾ, ട്രോളുകളെല്ലാം തന്നെ ഒരു ആൽഫ മെയിൽ അല്ലെങ്കിൽ ബി ദ പവർ, അല്ലെങ്കിൽ ആ ഒരു ഉള്ളിലുള്ള ശക്തി വെളിയിൽ വരട്ടെ, പവർ വരട്ടെ എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ. എന്തും പറയാൻ മടിക്കരുത്, നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. നീതിയോ ധർമ്മമോ ഒന്നുമില്ല. നമുക്കിഷ്ടമില്ലാത്തവരെക്കുറിച്ച് എന്തും പറയും, എന്ത് വൾഗാരിറ്റിയും പറയുക. അതിൽ ശരി തെറ്റുകളില്ല. അതുകൊണ്ട് അവൻ തോക്കുന്നുണ്ടെങ്കിൽ തോക്കട്ടെ. അപ്പം ഇനി നിങ്ങൾ ആരെങ്കിലും ഫാഷിസ്റ്റ് ആണോ എന്ന് ചിന്തിക്കുമ്പോൾ ജസ്റ്റ് അവർ മിലിറ്ററി റെജീമായിരുന്നെന്നോ, അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് സ്പീച്ചിനെതിരായിരുന്നെന്നോ, അല്ലെങ്കിൽ ജൂതവിരോധം ഉണ്ടെന്നോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ വെച്ച് അല്ല നമ്മൾ ഫാഷിസത്തെ അളക്കേണ്ടത്. ഈ പറഞ്ഞ ചിന്താ പദ്ധതി അവരുടെ സംസാരങ്ങളുണ്ടോ, അത്തരം ഐഡിയോളജിയാണ് അവർ പുഷ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ഇതൊരു കൗണ്ടർ മൂവ്മെൻ്റ് ആവുന്നത്? ഒരു എക്കണോമിക് ക്രൈസിസും കണ്ടീഷനും ഉണ്ടാകുമ്പോൾ ലിബറൽ ഡെമോക്രസികൾക്ക് അതിനെ ഡീൽ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ എങ്ങനെയാണ് ആ സമൂഹത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ സമൂഹത്തിലുള്ള അധികാരവർഗം ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുന്നത്? എങ്ങനെയാണ് ഒരു വില്ലനെ കാണിച്ചിട്ട് ഇവനാണ് നിങ്ങളുടെ പ്രശ്നം, ട്രാൻസ്ജെൻഡേഴ്സാണ് നിങ്ങളുടെ പ്രശ്നം, മുസ്ലിങ്ങളാണ് നിങ്ങളുടെ പ്രശ്നം, ജൂതന്മാരാണ് നിങ്ങളുടെ പ്രശ്നം, കമ്മ്യൂണിസ്റ്റുകാരാണ് നിങ്ങളുടെ പ്രശ്നം, സ്വതന്ത്ര ചിന്തകരാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു വില്ലനെ കാണിച്ചിട്ട് അധികാരത്തിലേക്ക് വരാൻ ശ്രമിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാതെ വെറും മതപരമായിട്ടുള്ള സംഭവങ്ങളോ മതപരമായിട്ടുള്ള വർഗീയതയോ മാത്രമല്ല ഫാഷിസത്തിൻ്റെ ഒരു അടിസ്ഥാന സംഭവം. അപ്പോൾ ഈ ഒരു ലെക്ചർ നിങ്ങൾക്ക് ഫാഷിസത്തെക്കുറിച്ച് എന്തെങ്കിലും മനസ്സിലാക്കാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. എൻ്റെ ലക്ഷ്യം പൂർത്തീകരിച്ചെന്ന് ഞാൻ കരുതുന്നുണ്ട്. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ ചാറ്റിലും കമൻറ്റിലും അയയ്ക്കുക. അപ്പം അടുത്തൊരു വീഡിയോ വരെ താങ്ക്സ്, ബൈ ബൈ.